ഹലോ, നമസ്കാരം. ഇന്ന് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അത് ഫ്രോസൺ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ നോക്കിയാലോ? ഇവിടെയൊക്കെ ഫ്രോസൺ മാങ്ങ എങ്ങനെ കിട്ടുക? ഫ്രഷ് മാങ്ങ കിട്ടാറില്ലല്ലോ, അതാണ്. പിന്നെ ഫ്രോസൺ പച്ചമുളക്, ഭയങ്കര എരിവുള്ള പച്ചമുളകാണ്. ഇഞ്ചി, കറിവേപ്പില, ഒരു വലിയ സബോള എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മിക്സിംഗ് ആണ് പ്രധാനം. നമുക്ക് ഒരു സബോള ഉണ്ടല്ലോ, അത് നല്ല നീളത്തിലരിയണം. അത് ഇട്ടു. ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് ഭയങ്കര എരിവുള്ളതാണ്, അതൊരു 4 എടുത്തിട്ടുണ്ട് ചെറുത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, എല്ലാം കൂട്ട് നമുക്ക് എല്ലാം മിക്സ് ചെയ്യണം. നല്ല തിരുമണം. പിന്നെ കട്ടിയായിട്ട് വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. അത് കൂടിയിട്ട് നല്ല തിരുമിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാം പാലിൽ ഇത് ഇങ്ങനെ ഒന്ന് കുറുക്കി വരണം. എന്നിട്ട് ഈ മാങ്ങ ഇടണം. അത് കഴിഞ്ഞിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ തിരുമ്പി വെച്ചത് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കതിന് ഇതിൽ കൂട്ടിയിട്ട് അടുപ്പിൽ വയ്ക്കാം. രണ്ടാം പാലാണത്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേവിക്കാം. അടുപ്പിൽ വെച്ച് വേവിക്കാം. മാങ്ങ എല്ലാം നല്ല ഉടഞ്ഞിട്ടുണ്ട്, നല്ല എല്ലാം കൂടിയിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്ക് കട്ടിയുള്ള നാളികേരപ്പാൽ ഒഴിക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തു. നമുക്ക് കടുക്, വറ്റൽമുളക് എല്ലാം കൂടിയിട്ട് വറുത്തിടാം. ഇതാ നല്ല സ്വാദുള്ള അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കുത്തരി ചോറിൻ്റെ ഒപ്പം കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഫ്രോസൺ കൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ വെളിച്ചെണ്ണയിൽ വേണം വറുവിടാൻ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബൈ.